ഹലോ ഗൈസ്, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂതത്താൻകെട്ടിന് താഴെ ചെറുതായിട്ട് അവിടെ ആ പാലമൊക്കെ കാണാം, ഒരു നീല കളറിൽ. അതിന് ഒരുപാട് താഴത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൽ ശരിക്കും ഭൂതത്താൻകെട്ട് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അപ്പുറ സൈഡിൽ കാണുന്നതാണ് ഭൂതത്താൻകെട്ടി എന്ന് പറയപ്പെടുന്ന ആ അണക്കെട്ട്. അമ്മരത് കെട്ടി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അമ്മരപ്പോഴേക്കും നേരം വെളുത്ത് പോയി എന്നോർത്ത് വിട്ടുപോയി. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ചൂണ്ടയിടാൻ വന്നേക്കണം. ഇവിടെ നല്ല മീൻ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ മൊത്തം കയയാണ്. ചില നാട്ടിൽ കഴന്നൊക്കെ പറയും. ഈ ഏരിയയൊക്കെ ഫുള്ള് കയയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ പോണത് ഈ ഏരിയയിലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീനുകളുള്ളത്. അപ്പുറത്തേക്ക് ഫുള്ള് വനമാണ് ഇതിൻ്റെ ഈ ഏരിയ. ഇപ്പോൾ താഴത്തെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ എന്താ, ഇവിടെ മീൻ പിടിക്കാനായിട്ട് വരികയാണെങ്കിൽ ഇച്ചിരി ഡേഞ്ചർ സോണാണ്. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരുപാട് ആനകളെയൊക്കെ കണ്ടു. ആനപ്പിണ്ടം കണ്ടു. ആനയെ കണ്ടില്ല. ഇന്നലെ രാത്രി വന്ന് ചവിട്ടി മരിച്ചിട്ട് പോയ തെങ്ങുകളൊക്കെ ഈ സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ സൂക്ഷിച്ച് വേണം വരാണ്ടിരിക്കുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പേടിയുള്ളവരാരും വരരുത്. അതുപോലെ തന്നെ ഈ ആന ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴി ഇതിലെയാണ്. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുകാരൻ ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് വഴിയും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ വന്നതാണ്. അപ്പോൾ ഈ കാണുന്നതും ഒരു കയമാണ്. ഇവിടെയൊക്കെ ചൂണ്ടിട്ടാൽ മീൻ കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ താഴത്ത് ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ ഇതേ ഏരിയയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കയമാണ്. പിന്നെ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കെട്ടിനടക്കൂടെ രാജവമ്പാലയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ സൂക്ഷിച്ച് അതിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ആരും ശ്രമിക്കണ്ട. അപ്പുറത്തെ സൈഡിൽ കൂടെ വരുവാണെങ്കിൽ അവിടെ പാസ് മുഖേന ആളെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരാൻ ശ്രമിക്കുക. ഇതേ കാണുന്ന ഷെഡൊക്കെ കണ്ടു. അവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ശ്രമിച്ചിട്ട് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാവുന്നതാണ്. അപ്പുറേ സൈഡ് അതിൽ പാലത്തെ കയറി, മേളിലത്തെ പാലത്തെ കയറി അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഓഫീസുണ്ട്. ഓഫീസിൽ നിന്ന് നമ്മൾ പാസ് എടുത്തതിന് ശേഷം അതിൽ കടന്നു വരാം. അവിടെ വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആരും ഈ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് ആനയുടെ പ്രശ്നങ്ങളുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അധികം വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ കെട്ട്. അപ്പോൾ ഇതിൽ ശിവൻ എന്തോ പിണങ്ങി വന്ന് മുകളിൽ കണ്ടുവന്ന് തപസിരുന്നപ്പോൾ പാർവതി ഭൂതാമാരെ പറഞ്ഞു വിട്ടാന്നാണ് പറഞ്ഞത്. താണ കെട്ടി വെള്ളം പൊക്കി അവിടെ ശിവനിരിക്കുന്നിടത്ത് വെള്ളം കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനു മുമ്പ് പുള്ളി അതറിഞ്ഞു. പുള്ളി ഇവിടെ വന്നൊരു കോഴിയുടെ രൂപത്തിൽ പുള്ളി കൂവിന്നാണ് പറയുന്നത്. അപ്പോൾ കൂവി കഴിഞ്ഞപ്പോൾ നേരം വെളുത്ത് വെറുക്കാറായെന്ന് കരുതി ഇവർ പണി നിർത്തി പോയതാണെന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൂതത്താന്മാർക്ക് രാത്രിയിലാണ് ശക്തിയുള്ളൂ, പകൽ ശക്തി ഇല്ലയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന കേട്ടോ അവർ കെട്ടിയ കെട്ട്. അപ്പോൾ അവർ കെട്ടി എത്തിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഈ കാണുന്നതാണ്. ഇപ്പുറത്തേക്ക് മുട്ടിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് നേരം വെളുത്തെന്ന് കരുതി അവർ തിരിച്ചു പോയി. അപ്പോൾ ഓക്കെ ഗൈസ്.